ഹലോ, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലായ സ്പാർക്ക് ടു ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ഇപ്പോൾ 2 ദിവസമായിട്ട് റിപ്പോർട്ടർ TV-യിൽ അവർ ചെയ്യുന്ന ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിങ്ങിനെ കുറിച്ചാണ്. അതായത് വ്യാജമായ തേയില കേരളത്തിൻ്റെ വിപണികളിലും കടകളിലും ലഭ്യമാകുന്നു എന്നതിനെ കുറിച്ചുള്ള ഞെട്ടിക്കുന്ന റിപ്പോർട്ടിംഗ് ആണ് അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ആദ്യം തന്നെ നമുക്ക് അവരുടെ ആ റിപ്പോർട്ടിങ്ങിനുള്ള അഭിനന്ദനങ്ങൾ നമുക്ക് അവരെ അറിയിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഈ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ മലയാളികൾ എന്ന് പറയുന്ന നമ്മൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നതാണ് ചായ എന്ന് പറയുന്നത്. നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു ദിവസത്തെ തുടക്കം മുതൽ നമ്മൾ കിടന്നുറങ്ങുന്നത് വരെ നമ്മൾ ഏകദേശം ഒരു 3-4 ഗ്ലാസ് ചായ കുടിക്കും. അതിപ്പോൾ ജോലിക്ക് പോകുന്നതാണെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും ഷോപ്പിലോ എന്തെങ്കിലും ഒരു കടയിലോ റെസ്റ്റോറൻറ്റിലോ ഒക്കെ ആയിട്ട് നമ്മൾ ചായ കുടിക്കാനായിട്ട് പരമാവധി ശ്രമിക്കും. ഇപ്പം അവരെയൊക്കെ ഞെട്ടിച്ചുകൊണ്ടാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കുനൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വളരെ അധികമായി കുടിൽ വ്യവസായം പോലെ എല്ലാ വീടുകളിലും വ്യാജമായ തേയിലയിൽ ഒരുപാട് സിന്തറ്റിക് കളേഴ്സ് മിക്സ് ചെയ്ത് നമ്മുടെ കേരളത്തിൻ്റെ വിപണിയിലേക്ക് എത്തിക്കുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ വിപണിയിൽ ഇതെല്ലാം മിക്സ് ചെയ്ത് കളറും മായവും എല്ലാം കലർത്തി ഒരു ലേബലോ ബ്രാൻഡിങ്ങോ ഒന്നുമില്ലാതെ നമ്മുടെ കേരളത്തിൻ്റെ വിപണിയിലേക്ക് അതിനെ തുറന്നു വിട്ടിരിക്കുകയാണ് എന്ന് തന്നെ നമുക്ക് പറയാം. മിക്ക ചായക്കടകളിലും റെസ്റ്റോറൻറ്റുകളിലും വളരെ കുറഞ്ഞ വിലയിൽ കിട്ടുന്ന ഈ തേയില ഉപയോഗിച്ച് നമുക്ക് ചായ ഇട്ട് തരികയോ അത് കുടിക്കുന്നത് മൂലം നമുക്ക് ഒരുപാട് ക്യാൻസർ പോലെയുള്ള മാരകമായ അസുഖങ്ങൾ ഉണ്ടാകാൻ വരെ അത് കാരണമാകുന്നുണ്ട് എന്ന് പോലും ചിന്തിക്കാതെ കടക്കാരിത് വാങ്ങിച്ച് നമുക്ക് തരുന്നു. നമ്മളത് രാവിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് പറയാൻ സാധിക്കുന്നത് രാവിലെ തന്നെ നമ്മൾ വിഷം കുടിച്ചുകൊണ്ടാണ് ഉണരുന്നതെന്ന് തന്നെ നമുക്ക് പറയാം. അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന ഒരുപാട് തരം കെമിക്കലുകളും കാര്യങ്ങളും ചേർത്താണ് ഈ തേയിലപ്പൊടി വരുന്നത് തന്നെ. അതിനെ നിയന്ത്രിച്ചില്ല എങ്കിൽ ഉണ്ടാകാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഭാവി, നമ്മുടെ വളർന്നു വരുന്ന കുട്ടികൾക്ക്, മുതിർന്നവർക്ക്, നമ്മൾക്ക് തന്നെ പലതരത്തിലുള്ള ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ വന്നുപെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ തന്നെ കേരളത്തിൽ ഓരോ വർഷം കൂടുന്തോറും ക്യാൻസർ പേഷ്യൻറ്റുകളുടെ എണ്ണം അതിഭയാനകമായ രീതിയിൽ ഞെട്ടിക്കുന്ന തരത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. പലതരത്തിലുള്ള കണക്കുകളും നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ സങ്കടവും ഭയാനകവുമായ അന്തരീക്ഷത്തിലൂടെയാണ് കേരളത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്നതെന്നുള്ള വിവരം നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള വ്യാജമായ തേയില അതുപോലെ തന്നെ വ്യാജമായ മഞ്ഞൾപ്പൊടി, വെളിച്ചെണ്ണയിലെ മായം, ഇതുപോലെയുള്ള പല രാസപദാർത്ഥങ്ങളും നമ്മൾ ഓരോ ദിവസവും നമ്മൾ ഉള്ളിൽ കഴിക്കുന്നത് മൂലം നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യനില വളരെ മോശമാവുകയും ക്യാൻസർ പോലെയുള്ള മാരകമായ അസുഖങ്ങൾ നമ്മളിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലെല്ലാം ജാഗരൂകരായി പ്രവർത്തിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണ്. നമ്മുടെ സർക്കാരോ സംവിധാനങ്ങളോ ഒന്നും നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ചോ ഒന്നും അവർക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. അവർക്ക് 2 സീറ്റ് കിട്ടണം, ഭരിക്കണം, കട്ടുമുടിക്കണം എന്നുള്ള വിചാരത്തിലാണ് സർക്കാരും സംവിധാനങ്ങളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. മുട്ടിന് ബിവറേജ് കോർപ്പറേഷൻ ഓപ്പൺ ചെയ്യാൻ അല്ലാതെ നമ്മുടെ സർക്കാരിന് മറ്റ് യാതൊരുവിധ പ്രാഥമികമായ ആഗ്രഹങ്ങളോ ആവശ്യങ്ങളോ ഇല്ല. നമ്മുടെ കേരളത്തിൽ ഈ 14 ജില്ലയിൽ ഫുഡ് സേഫ്റ്റിക്കായിട്ട് ഓരോ മൊബൈൽ വാൻ ലാബ് പ്രവർത്തിക്കുന്നുണ്ട്. ഒരു ജില്ലയിൽ കേവലം ഒരു മൊബൈൽ വാൻ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. ഇത്രയും മനുഷ്യരുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന ഒരു കാര്യമായിട്ട് പോലും കേവലം ഒരു ലാബ് വെച്ച് എങ്ങനെ എല്ലായിടത്തും എത്തി പരിശോധന നടത്താൻ ഈ സംവിധാനങ്ങൾക്ക് സാധിക്കുന്നു? ഇത് പൂർണ്ണമായും പരാജയപ്പെടുന്നു എന്നതിൻ്റെ തെളിവാണ്. ആരോഗ്യ സംവിധാനം പൂർണ്ണമായി പരാജയപ്പെടുന്നു എന്നതിൻ്റെ തെളിവാണ് ഇതുപോലെയുള്ള വ്യാജമായ തേയിലകളും വെളിച്ചെണ്ണകളും കേരള വിപണിയിലേക്ക് എത്തുന്നത്. ഇനിയെങ്കിലും നമ്മുടെ ഭരണകർത്താക്കൾ ഉണർന്നു പ്രവർത്തിച്ചില്ല എങ്കിൽ നമ്മുടെ വരുന്ന തലമുറയ്ക്ക് ക്യാൻസർ പോലെയുള്ള മാരകമായ അസുഖങ്ങൾ ഇനിയും നേരിടേണ്ടി വരും. നമ്മൾ ജാഗ്രതയോടെ പ്രവർത്തിക്കണം. ഇനിയും ഒരുപാട് ഇതുപോലെ ലാബുകളും കാര്യങ്ങളും ഇതിൽ രാസപദാർത്ഥം കലർന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള യൂണിറ്റുകൾ കൂടുതലായി നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിക്കണം എന്നുള്ള ആഗ്രഹം നമുക്ക് ഇവിടെ പറയാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സർക്കാർ സംവിധാനങ്ങൾ ഇനിയും ഉണർന്ന് പ്രവർത്തിച്ചില്ല എങ്കിൽ നമ്മുടെ വരുന്ന തലമുറ ആരോഗ്യമില്ലാത്ത ഒരു യുവതലമുറയെ സൃഷ്ടിച്ച് നമ്മുടെ നാടിനോ മറ്റാൾക്കാർക്കോ പ്രയോജനമില്ലാതായി പോകും. നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ആരോഗ്യമുള്ള കുറേ മനുഷ്യരാണ്. ആരോഗ്യമുള്ള മനുഷ്യരാണ് നമ്മുടെ രാജ്യത്തിൻ്റെ നട്ടെല്ലെന്ന് പറയുന്നത്. ആരോഗ്യമുണ്ടെങ്കിലേ നമുക്ക് തൊഴിലെടുക്കാൻ സാധിക്കുകയുള്ളൂ. ആ തൊഴിലെടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യം മുന്നോട്ട് കുതിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ സംവിധാനങ്ങളും ഭരണ സംവിധാനങ്ങളും
ആരോഗ്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് ഈ വരുന്ന വ്യാജമായ തേയിലകളും വ്യാജ വെളിച്ചെണ്ണകളും നമ്മുടെ വിപണിയിൽ എത്താതെ ശ്രദ്ധിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം.